ഹായ് ഗായ്സ്, ഞാൻ അജയ്. എൻ്റെ ചാനൽ AJ ദ ക്രാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ടൂറിസ്റ്റ് മാപ്പിൽ പോലും ഇല്ലാത്ത ഒരു ഹിഡൻ വാട്ടർഫോൾസിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. കൊല്ലംകൊല്ലി ശരിക്കും ഒരു ഹിഡൻ ജെമ്മ് തന്നെയാണിത്. ഈ വാട്ടർഫോൾസ് അരീക്കോട് നിന്നും ഒതായിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടിലാണുള്ളത്. അരീക്കോട് നിന്നും ഒതായിലേക്ക് പോകുമ്പോൾ ചൂളാട്ടിപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്നും ലെഫ്റ്റിലേക്ക് ഡീവിയേഷൻ എടുത്താൽ നമുക്ക് ഈ ഒരു വാട്ടർഫോൾസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായി ഇതാ ഈ ഒരു ടീ സ്റ്റാളിൻ്റെ സൈഡിൽ കൂടെയാണ് പോകേണ്ടത്. ഇവിടെ നല്ലൊരു ടീ സ്റ്റാളുണ്ട്. പഴംപൊരി നല്ല ടേസ്റ്റാണ്, ഞാൻ ഇവിടുന്ന് കഴിച്ചാണ്. പിന്നെ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടല്ലേ? കപ്പ ബിരിയാണിയുണ്ട്. ലോക്കൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുക. വരുമ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവുക. ഇതിലെ നടക്കാൻ നല്ല രസമുണ്ട്. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലാണ്. ശരിക്കും നല്ല വെയിലാണ്. മരമൊന്നുമില്ലെങ്കിൽ നല്ല വെയിലാണ്. മരം ഇല്ലാത്ത ഭാഗത്തെത്തുമ്പോൾ നല്ല വെയിൽ തന്നെയാണ്. ഇതാ ഇവിടെയൊക്കെ നല്ല വെയിലാണ്. ഇവിടെ തെങ്ങ് മാത്രമല്ല, റബ്ബർ തോട്ടമുണ്ട്. കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, അതുകൊണ്ട് വലിയ ഐഡിയ ഇല്ല. ഇതാ ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ തോടിലുള്ളതെന്നാണ്. കണ്ടില്ലേ? ഇതാണ് തോട്. വെള്ളച്ചാട്ടം നല്ല ഭംഗിയുള്ളതാണ്. അധികം വെള്ളമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തോട് കണ്ടിട്ട്. കുറച്ച് ദൂരം ഈ തോട്ടിൽ കൂടെ നടക്കണം. വെള്ളമില്ലാത്തത് നന്നായി. വെള്ളം ഉണ്ടെങ്കിൽ ഇതിലെ നടക്കാൻ കുറച്ച് പാടായിരിക്കും. സൈഡൊക്കെ നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ചെറിയൊരു തോട് തന്നെയാണ്. ഒരു ഹൈക്കൊക്കെ പോലെ തന്നെയാണിത്. ഒരു മിനി ഹൈക്കിങ് അങ്ങനെ വിചാരിച്ചാൽ മതി. അധികം ദൂരമില്ല. ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു വീട് കാണാം. അത് വീടാണോ എന്നറിയില്ല, റാറ്റയാണോ എന്നറിയില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ലെഫ്റ്റിലുള്ള വഴിയെ കയറി സൈഡിൽ കൂടെ ഒരു നടപ്പാത ഉണ്ട്. ഈ കാണുന്ന നടപ്പാത, ഇതിലെ മുന്നോട്ട് നടക്കണം. ഈ ഒരു നടപ്പാത എൻഡ് ചെയ്യുന്നത് കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടത്തിലാണെന്നാണ് ടീ സ്റ്റാളിലുള്ള ആൾക്കാർ പറഞ്ഞത്. ഇങ്ങനെ ഈ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ തന്നെ നടക്കണം. അതായത് തോടിന് പാരലായിട്ടുള്ള ചെറിയ നടപ്പാതയിൽ കൂടെ തന്നെ നടക്കണം. ഇതങ്ങനെ ആരും കണ്ടിട്ടില്ലാത്ത വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ ആ ഒരു പിക്കൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ പാറയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ച് നടക്കാണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടിയാണ് നടക്കുന്നത്. സൈഡിലായിട്ട് തോടുമുണ്ട്. ഇതങ്ങനെ ഒരു ടൂറിസ്റ്റ് സെൻ്ററൊന്നുമല്ല. നമ്മൾ തന്നെ വഴി കണ്ടുപിടിച്ച് പോകണം. എൻട്രി ഫീസ് ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പോയി കാണുക, തിരിച്ചു വരിക. പിന്നെ ഇത് ക്വാറിയുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കല്ലൊക്കെ തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് നടക്കണം. എത്ര കാലം ആ ഒരു വെള്ളച്ചാട്ടം അവിടെ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ ഏരിയ ഫുള്ള് ക്വാറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതും ചിലപ്പം ഇടിച്ച് കളയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇനി യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. ഭാവിയിൽ അങ്ങനെ സംഭവിച്ചേക്കാം, എനിക്ക് ഉറപ്പില്ല. ചിലപ്പോൾ ആ വെള്ളച്ചാട്ടം അങ്ങനെ വെക്കുമായിരിക്കും. എന്തായാലും ഇതിനൊക്കെ ഓർഡർ കൊടുത്തത് ഗവൺമെൻറ് ആണല്ലോ. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അറിയില്ല. ഇപ്പോൾ അതിവിടെ ഉണ്ട്. അത് നമുക്ക് നന്നായിട്ട് കണ്ട് ആസ്വദിക്കാം. നാളെ ഉണ്ടാവുകയോ ഇല്ലാതെ വരികയോ ചെയ്യും. അത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ക്വാറീൻ്റെ സൗണ്ടൊക്കെ കൂടി. ഇവിടെ എവിടെയോ പാറ പൊട്ടിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടും കേൾക്കാനുണ്ട്. ഇപ്പോൾ കൺട്രോൾഡ് എക്സ്പ്ലോഷൻ ആണല്ലോ, അതുകൊണ്ട് പാറ കഷ്ണം അങ്ങനെ തെറിച്ച് വന്ന് തലേ വീഴുമെന്നൊന്നും പേടിക്കണ്ട എന്ന് പ്രതീക്ഷിക്കാം. ഉറപ്പില്ല,
ചിലപ്പോൾ വീണേക്കാം. അവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു, പാറ പൊട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കല്ല് തെറിച്ച് വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ ചാൻസ് ഉണ്ടാകുമല്ലോ. എന്തായാലും ശ്രദ്ധിച്ച് നടക്കുക. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വന്ന് മേത്ത് വീഴുന്ന് പേടിക്കണ്ട. കാരണം മരത്തിലൊക്കെ തട്ടി നിൽക്കുമായിരിക്കും. പിന്നെ നമ്മുടെ ടൈം പോലെ ഇരിക്കും. അത്രയ്ക്ക് ബാഡ് ടൈമാണെങ്കിൽ ചിലപ്പോൾ വന്ന് ഇടിച്ചെന്നിരിക്കും. എന്തായാലും ഇവിടെയെങ്ങും കല്ല് തെറിച്ചായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ എക്സ്പ്ലോഷനിലൂടെ പൊട്ടി തെറിച്ച് വന്ന കല്ലൊന്നും ഇവിടെ കാണാനില്ല. സേഫായിട്ടുള്ള ഒരു പാത തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇച്ചിരി റിസ്ക്കൊക്കെ എടുക്കണ്ടേ ഇത്ര നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ നടക്കുക. ഏകദേശം അടുത്തെത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയൊരു പാറമല കാണുന്നുണ്ട്. ആ പാറയുടെ മലയിൽ നിന്നാണ് വെള്ളച്ചാട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തായാലും അവിടെ ചെന്ന് നമുക്ക് വെള്ളച്ചാട്ടം കാണാം. ഈ കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടം കാണുമ്പോൾ എനിക്ക് തുഷാരഗിരിയിലെ 3ാമത്തെ വെള്ളച്ചാട്ടമാണ് ഓർമ്മ വരുന്നത്, തുമ്പിതുള്ളും പാറ. ഈ പാറയ്ക്ക് അതിലും ഹൈറ്റ് ഉണ്ട്, പക്ഷേ എന്തൊക്കെയോ രൂപസാദൃശ്യമുണ്ട്. ഇത് കുറച്ചുകൂടെ കാസ്കേഡിങ് വാട്ടർഫോൾ പോലെയാണ്. കണ്ടില്ലേ, ഒരു 4 ലെവലൊക്കെ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ കണക്കാക്കാം. കുറച്ചുകൂടെ ഭംഗി ഇതിനാണ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയയാണിത്, കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർ, ഇവിടെ ലോക്കൽസ് ആയിട്ടുള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. അധികം ടൂറിസമൊന്നും പ്രൊമോട്ട് ചെയ്യാത്ത ഒരു സ്ഥലമാണിതെന്ന് തോന്നുന്നു. ഇവിടെ ക്വാറിയൊക്കെയാണുള്ളത്, അതുകൊണ്ടായിരിക്കാം. ഈ വെള്ളച്ചാട്ടത്തിന് കൊല്ലംകൊല്ലി എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്. ഇവിടെ വർഷത്തിൽ ഒരാളെങ്കിലും മരിക്കാറുണ്ടെന്നാണ് പറയുന്നത്. കന്നുകാലിയോ അല്ലെങ്കിൽ മനുഷ്യനോ വർഷത്തിൽ ഒരു മരണം ഇവിടെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് കൊല്ലംകൊല്ലി വെള്ളച്ചാട്ടം എന്ന് ഇതിന് പേര് വന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ ടീ സ്റ്റാളിലുള്ള ആൾ പറഞ്ഞത്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കയറാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അവർ താഴെ വീണ് മരിക്കുന്നത്. കാരണം മഴക്കാലത്തൊക്കെ ഇവിടെ നല്ല വഴുക്കലുണ്ടായിരിക്കും, സ്ലിപ്പറി ആയിരിക്കും. അങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം. എന്തായാലും ഇതൊരു നൊട്ടോറിയസ് വാട്ടർഫോളാണ്. പേര് കൊല്ലംകൊല്ലി, അതായത് വർഷത്തിൽ ഒരാളെങ്കിലും മരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ പാറയിലൊന്നും കയറാൻ ശ്രമിക്കരുത്, വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. കണ്ടില്ല, 4 or 5 ലെവൽസ് ഉണ്ട്. ഈ പാറയെ അങ്ങനെ ഷേപ്പാക്കി എടുത്തിരിക്കുകയാണ് ഇതിലൂടെ ഒഴുകുന്ന വെള്ളം. ആ വെള്ളത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പാക്കി എടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ലെവൽ കഴിഞ്ഞുള്ള ആ മുകളിലുള്ള ലെവലിൽ അവിടെ ചെറുതായിട്ട് ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകുമെന്നാണ്. അവിടെ പോയി നോക്കാം നമുക്ക്. ഇപ്പം പാറയ്ക്ക് അധികം വഴുക്കലൊന്നുമില്ല. എന്തായാലും ഒന്ന് കയറി നോക്കാം അവിടുത്തെ സ്ഥിതി എന്താണെന്ന്. ഏറ്റവും മുകളിൽ വരെ കയറാൻ പറ്റുമോ എന്നറിയില്ല, പറ്റിയാൽ അതും ചെയ്യാം. മഴയില്ലാത്തതുകൊണ്ട് പാറയ്ക്ക് തന്നലൊന്നുമില്ല, ഈസി ആയിട്ട് കയറി വരാം. ഞാനിത് ആ ഒരു ഫസ്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെയും പാറയ്ക്ക് ഒരു പ്രത്യേക ഷേപ്പാണ്. വെള്ളം വന്ന് അടിച്ചുകൊണ്ടോ ആ പാറയ്ക്ക് അവിടെ അങ്ങനെ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത്, ഒരു ചന്ദ്രക്കല പോലെ കാണത്തില്ലേ. കുറച്ച് പുല്ലുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ മഴക്കാലത്ത് സംഭവിക്കുന്നതാണ്.
അവിടെയൊക്കെ ചെറിയ പാറക്കഷ്ണം കുടുങ്ങി അങ്ങനെ കറങ്ങുന്നതാണ്. അങ്ങനെയാണ് ആ ഷേപ്പ് വരുന്നത്. ഇത്രയും അടുത്തുനിന്ന് ഒരു വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇപ്പോൾ തുഷാരഗിരി പോവുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും കയറി വരാനൊന്നും സാധിക്കില്ല. അവിടെ ഗാർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ റിസ്ക്കും ഉണ്ട് ഇവിടെ വരുന്നതിന്. കാരണം നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ നോക്കണം. നമ്മൾ അള്ളിപ്പിടിച്ച് കയറി കഴിഞ്ഞ് ഇവിടെ നിന്നൊക്കെ താഴേക്ക് വീണാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. വേഴ്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഡെത്തായിരിക്കും. അല്ലെങ്കിൽ കൈയൊടിയോ അല്ലെങ്കിൽ കാലൊടിയോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് സേഫാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കയറുക. ഇവിടെ മഴക്കാലമായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കയറിയത്. പാറക്കൊന്നും ഒരു തെന്നലുമില്ല, അല്ലെങ്കിൽ ഞാൻ ഈ റിസ്ക് എടുക്കില്ല. പിന്നെ വെള്ളം ഒഴുകുന്ന സ്ഥലത്തൊന്നും അങ്ങനെ ചവിട്ടാതിരിക്കുക, ഇങ്ങനെ പാറയ്ക്ക് മുകളിലൊക്കെ വന്നിട്ട്. കാരണം അവിടെ പായലുണ്ട്, നന്നായിട്ട് സ്ലിപ്പാവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹസത്തിന് മുതിരണ്ട, സൈഡിൽ നിന്ന് കണ്ടാൽ മതി. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്ന് തന്നെയാണ് വെള്ളം താഴേക്ക് വീഴുന്നത്. രസമുണ്ട്. ഇതിപ്പോൾ നൂല് പോലെയാണ്. കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നത് നല്ല രസമായിരുന്നേനെ. പക്ഷേ ഇങ്ങനെ കയറി വരാൻ എളുപ്പമായിരിക്കില്ല. നന്നായിട്ട് ഈ ഒരു പാറ തെന്നാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി മുകളിലേക്ക് കയറാൻ പറ്റുമോ നോക്കാം. ഇതാ കണ്ടില്ല, വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ തന്നെ എത്തി. കുറച്ചുകൂടെ പോയാൽ മതി, പക്ക ടോപ്പിലെത്തും. അവിടെ വരെ പോകാൻ ഇപ്പോൾ ടൈമില്ല. കാരണം ക്വാറിയിൽ പാറ പൊട്ടിക്കാൻ ടൈമായി. അവിടുന്ന് ആൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഉള്ളവരെല്ലാം താഴേക്ക് ഇറങ്ങണം, സുരക്ഷിതമായ സ്ഥലത്ത് പോയി നിൽക്കണം, പാറ ഇങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ നടക്കുന്നത് കൺട്രോൾഡ് എക്സ്പ്ലോഷനാണ്, അതുകൊണ്ട് പാറയൊന്നും അങ്ങനെ തെറിച്ച് വരില്ലെന്ന്. അങ്ങനെയല്ല, പാറ ഇങ്ങോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പാറ പൊട്ടിക്കുന്ന ടൈം ഇവിടെ വന്നാൽ അപകടം ക്ഷണിച്ച് വരുത്തുന്ന പോലെ ആയിരിക്കും. പാറ പൊട്ടിക്കുന്ന ടൈം ക്വാറിയിലുള്ളവർ വന്ന് പറയും, അപ്പം നിങ്ങൾ ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ റിസ്ക്കിലായിരിക്കും. ഇതാ കുറച്ചുകൂടെ കയറിയാൽ മതി, കയറാവുന്നതേ ഉള്ളൂ. മഴക്കാലത്ത് ഇങ്ങോട്ട് കയറി വരാൻ വളരെ ദുഷ്കരമായിരിക്കും, തെന്നിയടിച്ച് നിലത്ത് വീഴും. വേനൽക്കാലത്താണെങ്കിൽ ഇവിടെ വരെ വരാം. ഞാൻ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ കൂടെ നിങ്ങളെ കാണിക്കാം. പാറ പൊട്ടിക്കുമ്പോൾ ഇവിടെ നിൽക്കരുതെന്ന് പറയുന്നത് സത്യമാണ്. കാരണം ഞാൻ ഈ വന്ന വഴിക്ക് 1-2 പാറ കഷ്ണങ്ങൾ കണ്ടു. ഞാൻ ഒരെണ്ണം കാണിക്കാം. കണ്ടില്ലേ, ചെറിയൊരു പീസ്. ഇതാ ക്വാറിയിൽ നിന്ന് തന്നെ പൊട്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ പാറ പൊട്ടിക്കുമ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും അപകടം തന്നെയായിരിക്കും. ചിലപ്പോൾ നമ്മുടെ തലയിലൊക്കെ വന്നു വീഴാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ കൊല്ലംകൊല്ലി, ഒന്നുകൂടെ കണ്ടോളൂ. നമ്മൾ കൊല്ലംകൊല്ലിയോട് വിട പറയാൻ പോവുകയാണ്. ഇനി ആ തട്ടുകടയിൽ പോയിട്ട് നല്ല രുചിയുള്ള കപ്പ ബിരിയാണി തിന്നാം. രുചി ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നോക്കാം, എന്തായാലും തിന്നാം. കപ്പ ബിരിയാണി നല്ല കളർഫുള്ളാണ്, ശരിക്കും അട്രാക്റ്റീവാണ്. സ്മെല്ല് ചെയ്യുമ്പോൾ മസാലേൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. കപ്പ ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഈ കപ്പ ബിരിയാണിയിൽ എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. ഇതിൽ എരിവ് മുന്നോട്ടല്ല നിൽക്കുന്നത്, പാകത്തിനാണ്. സാധാരണ നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിക്കുമ്പോൾ എരിവ് കുറച്ച് മുന്നോട്ടായിരിക്കും നിൽക്കുക. എരിവ് അത്രയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ കുറച്ച് പാടായിരിക്കും. ഇതിന് അങ്ങനെ ഒരു കുഴപ്പമില്ല, എല്ലാ ഫ്ലേവേഴ്സും കിട്ടുന്നുണ്ട്, എല്ലാം പാകത്തിനാണ്, നല്ല ടേസ്റ്റാണ്. 40 രൂപയുള്ളൂ ഇതിന്. 40 രൂപയ്ക്ക് ശരിക്കും കിടിലൻ കപ്പ ബിരിയാണിയാണിത്. സൂപ്പറാണ്. ഇത് ഒറ്റയടിക്കുവാണെങ്കിൽ തിന്ന് തീർക്കാം, അത്രയ്ക്ക് നല്ലതാണ്. ഇപ്പോൾ അധികം വിശപ്പില്ലെങ്കിലും തിന്ന് തീർക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ ഇത്. ടേസ്റ്റും ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റും ഉണ്ട്, നമുക്ക് വിശപ്പില്ലെങ്കിലും നമ്മൾ തിന്നു പോകും, അത്രയ്ക്ക് നല്ലതാണ്.
ഈ കപ്പ ബിരിയാണി തീർത്തിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.